ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ വഹുവ ശാബ്ബുൻ വലാ ഊതിയൽ ഇൽമ ആലിമുൻ ഇല്ലാ വഹുവ ശാബ്ബുൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു പ്രവാചകനും നിയോഗിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം യുവാവായിരിക്കയല്ലാതെ. ഒരു പണ്ഡിതനും വിജ്ഞാനം നൽകപ്പെട്ടിട്ടില്ല അദ്ദേഹം യുവാവായിരിക്കയല്ലാതെ. അഥവാ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രവാചകന്മാരും പണ്ഡിതന്മാരുമൊക്കെ യുവാക്കളായിരുന്നു എന്നർത്ഥം. ഇസ്ലാമിൽ യുവാക്കൾക്ക് എത്രമാത്രം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. യുവാക്കളായ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഖുർആൻ യുവാക്കളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. സൂറത്ത് യൂസുഫ് 111 ആയത്തിൽ പറയുന്നു, ലഖദ് കാന ഫീ ഖസസിഹിം ഇബറത്തൻ ലിഉലിൽ അൽബാബ്. ആ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ബുദ്ധിയുള്ളവരെ നിങ്ങൾക്ക് ഗുണപാഠങ്ങളും ഉണ്ട്. സൂറത്തുൽ അൻആമിൽ 95 ആയത്തിൽ കുറേ പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം വിവരിച്ചതിന് ശേഷം പറയുകയാണ്, ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു യഖ്തദി. അള്ളാഹു മാർഗദർശനം നൽകിയവരാണ് അവരൊക്കെയും, അവരുടെ നേർവഴി തന്നെ നീയും പിന്തുടരുക. അഥവാ യുവാക്കളായ പ്രവാചകന്മാരുടെ ജീവചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളും ആ മാർഗത്തിലൂടെ ചരിക്കുക. ഇബ്രാഹിം നബിയെ പറ്റി അന്നാട്ടുകാർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് യുവാവ് എന്നായിരുന്നു. ഖാലു സമീഅന ഫത്തൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഇബ്രാഹിം എന്ന് വിളിക്കപ്പെടുന്ന യുവാവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. ആ യുവാവിൻ്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഖുർആൻ യുവാക്കളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഖദ് കാനത്ത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹീമ വല്ലദീന മഅഹു. ഇബ്രാഹിം നബിയുടെ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളിൽ. ഇബ്രാഹിം നബിയുടെ ചരിത്രം ഖുർആനിൽ പല സൂറത്തുകളിലും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇറാഖിലെ സ്വേച്ഛാധിപതിയായ രാജാവായിരുന്ന നമ്രൂദുമായിട്ട് നടത്തിയ സംവാദം സൂറത്തുൽ ബഖറയിൽ വിവരിക്കുന്നുണ്ട്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തിൻ്റെ മാതൃകകൾ യുവാക്കൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. തൗഹീദിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തെ സംബന്ധിച്ച് അദ്ദേഹം ജനങ്ങളുമായി നടത്തിയ സംവാദം ഖുർആനിൽ ഉദ്ധരിക്കുന്നുണ്ട്. സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെയും ദേവീദേവന്മാരെയും ആരാധിച്ചിരുന്ന ആ ജനസമൂഹത്തോട് ഇബ്രാഹിം നടത്തിയ ആ പ്രബോധനത്തിൻ്റെ രീതി സൂറത്തുൽ അൻആമിൽ വിവരിക്കുന്നുണ്ട്. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റഅ കൗകബൻ ഖാല ഹാദാ റബ്ബി തുടങ്ങുന്ന ആയത്തുകളിൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. അദ്ദേഹം രാത്രിയായപ്പോൾ ഒരു നക്ഷത്രത്തെ കണ്ടു. അപ്പോൾ അദ്ദേഹം ജനങ്ങളൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ റബ്ബ്. പക്ഷെ അത് അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ അസ്തമിച്ചു പോകുന്നവരെ ദൈവമാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടൊരു കാര്യമില്ല. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ ഉദിച്ചു വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് എൻ്റെ ദൈവം, ഇതാണ് എൻ്റെ രക്ഷിതാവ്. അങ്ങനെ അത് അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ അസ്തമിച്ചു പോകുന്ന ഈ ദൈവങ്ങളെ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എൻ്റെ റബ്ബ് എന്നെ നേർവഴി കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അക്രമികൾപ്പെട്ടു പോകും. അങ്ങനെ പിന്നീട് സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് എൻ്റെ ദൈവം, ഇതാണ് എൻ്റെ റബ്ബ്, ഇത് വളരെ വലുതുമാണ്. പക്ഷെ അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളീ കാണിക്കുന്ന ഈ ബഹുദൈവത്വം ഉണ്ടല്ലോ, ഈ ശിർക്ക്, അതിൽ നിന്നൊക്കെ ഞാൻ തികച്ചും വേറിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്ന, അവരുടെ യുക്തിക്ക് യോജിക്കുന്ന രീതിയിൽ ഉള്ള ഒരു
പ്രബോധന രീതിയായിരുന്നു അദ്ദേഹം അവലംബിച്ചിരുന്നത് എന്നാണ് ആ ആയത്തുകളിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ജനങ്ങൾക്ക് മുമ്പാകെ പ്രബോധനം നടത്തുമ്പോൾ, നടത്തുമ്പോൾ അവരുടെ ബുദ്ധിയെ പിടിച്ചു കുലുക്കുന്ന രൂപത്തിലുള്ള രീതി അവലംബിക്കണം എന്നാണ് ആ ആയത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ മൂസാ നബി അദ്ദേഹം യുവാവായിരുന്നു. മർദ്ദിതരും പീഡിതരുമായ ഇസ്രായേൽ സമുദായത്തിൻ്റെ വിമോചകനായിരുന്നു മൂസാ നബി. അക്രമിയും അഹങ്കാരിയുമായിരുന്ന ഫറോവയുടെ മുമ്പാകെ നെഞ്ചുവിരിച്ച് നിന്നുകൊണ്ട് ഇസ്രായേൽ സമുദായത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി അദ്ദേഹം വീറോടെ വാദിച്ചു. ഫറോവയുടെ മുമ്പാകെയും ഈജിപ്ഷ്യൻ സമൂഹത്തിൻ്റെ മുമ്പാകെയും അദ്ദേഹം തൻ്റെ പ്രബോധന ഉത്തരവാദിത്വം വേണ്ട വിധം നിർവഹിക്കുകയുണ്ടായി. മർദ്ദിതരും പീഡിതരുമായ ഇസ്രായേൽ സമുദായത്തിന് ഫറോവയിൽ നിന്ന് അവസാനം സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയും ചെയ്തു. യുവാവായ യൂസഫ് നബിയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു സൂറത്ത് തന്നെ ഖുർആനിലുണ്ട്, സൂറത്ത് യൂസഫ്. അദ്ദേഹത്തിൻ്റെ ബാല്യം മുതൽ യുവത്വം വരെയുള്ള ചരിത്രം എത്ര ഭംഗിയായിട്ടാണ് ഖുർആൻ വിവരിക്കുന്നത്. യജമാനൻ്റെ സുന്ദരിയായ ഭാര്യയുടെ വശീകരണത്തിൽ പെട്ടുപോകാതെ തൻ്റെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച ആ സംഭവങ്ങളൊക്കെ ഖുർആനിൽ വിശദീകരിക്കുന്നത് യുവലോകത്തിന് മാതൃകാ പുരുഷനായി കാണുവാൻ വേണ്ടി തന്നെയാണ്. ലഖദ് കാന ഫി യൂസുഫ് വൈഹുവത്തിഹി ആയാത്തുൻ ലിസ്സായിലീൻ. യൂസുഫിൻ്റെയും സഹോദരന്മാരുടെയും ചരിത്രത്തിൽ അന്വേഷകർക്ക് മഹത്തായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം വിവരിക്കുന്നുണ്ട് ഖുർആനിൽ. ആ ചരിത്രം മാതൃകയാക്കണം എന്ന് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിൽ നമുക്കറിയാം, ഗുഹാവാസികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നഹും ഫിതിയത്തുൻ ആമനൂ ബി റബ്ബിഹിം വസിദ്നാഹും ഹുദ. തങ്ങളുടെ രക്ഷിതാവിൽ അടിയുറച്ച് വിശ്വസിച്ച ഏതാനും യുവാക്കളായിരുന്നു അവർ. അവർക്ക് നാം ഹിദായത്ത് വർദ്ധിപ്പിച്ച് നൽകി. അവർ സത്യമാർഗത്തിൽ ഉറച്ചു നിന്നു. മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങി ക്ഷമയോടെ അതൊക്കെ തരണം ചെയ്തു. നാട്ടിലവരുടെ ആ ദഅവത്ത് പ്രവർത്തനങ്ങളിൽ അവർ അങ്ങേയറ്റം പരിശ്രമിച്ചിരുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ ആ നാട്ടുകാർ ഭരണകൂടമൊക്കെ അവരെ ആട്ടി ഓടിച്ചപ്പോൾ അവർ ഗുഹയിൽ അഭയം പ്രാപിച്ചു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് നൂറ്റാണ്ടുകളോളം അവരെ അല്ലാഹു തആല ആ ഗുഹയിൽ ഉറക്കിക്കിടത്തി. അതിനുശേഷം അവരുടെ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ആ ജനതയൊക്കെ മുസ്ലിങ്ങളായിട്ട് മാറിയതായി ചരിത്രം വിവരിക്കുന്നുണ്ട്. ഹദീസുകളിൽ യുവത്വത്തെയും യുവാക്കളെയും എത്രമാത്രം പ്രശംസിക്കുകയും പരലോകത്ത് അവർക്കുള്ള സ്ഥാനം എത്രമാത്രമായിരിക്കുമെന്നൊക്കെ ചെയ്യുന്നുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 7 കൂട്ടർക്ക് അള്ളാഹു മഹ്ശറിൽ തണൽ വിരിച്ചു കൊടുക്കും. അതിലൊരു കൂട്ടർ വശാബുൻ നശഅ ഫി ഇബാദത്തി റബ്ബി. അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ അവനനുസരിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ ബദ്ധശ്രദ്ധനായ ഒരു യുവാവിനെക്കുറിച്ചാണ് പറയുന്നത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം പ്രബോധനം ആരംഭിച്ച ഘട്ടത്തിൽ അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നവരൊക്കെ യുവാക്കളായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രായം 27 വയസ്സായിരുന്നു. അബൂബക്കർ 37, ഉസ്മാൻ 34, അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 10 വയസ്സ് അദ്ദേഹത്തിന് പൂർത്തിയായിട്ടില്ല. അതുപോലെ തൽഹത്ത് ബിൻ ഉബൈദുള്ള 14 വയസ്സ്, ജുബൈർ ബിൻ അവാം 16 വയസ്സ്, സഅദ് ബിൻ അബി വക്കാസ് 17 വയസ്സ്, സഈദ് ബിൻ സയ്യിദ് 15 വയസ്സ്, അബൂ ഉബൈദ 27 വയസ്സ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് 30 വയസ്സ്. ഇങ്ങനെ എല്ലാ സഹാബികളും, ഒട്ടുമിക്ക സഹാബികളും അവരൊക്കെ യുവാക്കളായിരുന്നു. ബദർ, ഉഹദ്, ഖന്തക്ക്, തബൂക്ക് തുടങ്ങിയ എത്ര യുദ്ധങ്ങളാണ് അവർ വിജയിപ്പിച്ചത്. അറേബ്യയിലും അറേബ്യക്ക് പുറത്തും ലോകമെമ്പാടും ഇസ്ലാമിക പ്രബോധനം നെഞ്ചേറ്റിയത് യുവാക്കളായിരുന്നു. അൻസാറുകളിൽപ്പെട്ട 70ഓളം യുവാക്കൾ മസ്ജിദ് നബവിയിൽ ഖുർആൻ പഠിക്കാൻ സ്ഥിരമായി സമ്മേളിക്കുകയും ഖുർആൻ മനഃപ്പാഠമാക്കുകയും ചെയ്തു. അവർ അൽ ഖുറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഖുർആൻ മനഃപ്പാഠമാക്കിയ യുവാക്കൾ കൃത്യമായിട്ട് അവർ ജമാഅത്ത് നമസ്കാരത്തിനൊക്കെ പള്ളിയിൽ വരുന്നു, സുന്നത്ത് നമസ്കരിക്കുന്നു, തഹജ്ജുദ് നമസ്കരിക്കുന്നു. ഖുർആൻ പഠനത്തിലും ഖുർആൻ ഹിഫ്ദിലും അവർ ഏർപ്പെട്ടിരുന്നു. ബിർ മഅൂന സംഭവത്തിൽ അവരൊക്കെ ഷഹീദാവുകയുണ്ടായി.
17 വയസ്സുള്ള ഉസാമത്ത് ബിൻ സെയ്ദ് റോമക്കാർക്കെതിരെ യുദ്ധം നടത്തിയ സർവ്വസൈന്യാധിപനായിരുന്നു. അത്താബ് ബിനു അസീദ് മക്കയിലെ അമീറായി നിശ്ചയിക്കപ്പെട്ട യുവാവായിരുന്നു. യുവാവായ മുസ്അബ് ബിൻ ഉമൈർ മുഖേനയാണ് മദീനക്കാർ ഇസ്ലാം സ്വീകരിച്ചത്. അദ്ദേഹവും പിന്നീട് ഷഹീദായി. ഇസ്ലാമിലെ യുവാക്കൾ നന്മയുടെ പ്രതീകമാണ്. നിർമ്മാണവും ജനസേവനവും അവരുടെ മുഖമുദ്രയായിരുന്നു. അവർ സദാ അള്ളാഹുമായി ഉറ്റബന്ധം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. നമസ്കാരത്തിൻ്റെ കൃത്യത, ദിക്ർ, ദുആ, ഖുർആൻ പഠനപാരായണം എന്നിവയിലൊക്കെ സദാ മുഴുകുന്നവരുമായിരിക്കണം. ഹദീസിൽ പറഞ്ഞു, ഇന്നല്ലാഹ ല യഅജബു മിനശ്ശാബി ലൈസത്ത് ലഹു സബ്വ. ചപലതകൾ ഇല്ലാത്ത അഥവാ സൽസ്വഭാവികളും സൽക്കർമ്മികളുമായ യുവാവിൻ്റെ കാര്യത്തിൽ അള്ളാഹു ആശ്ചര്യപ്പെടും. അപ്പം അങ്ങനെയുള്ള നല്ല സ്വഭാവങ്ങളധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനാണ് യുവാക്കളോട് അല്ലാഹു തആല ആവശ്യപ്പെടുന്നത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.